അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ മടുത്തു തുടങ്ങി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് ആധാരമായി നമ്മൾ അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ട്രംപ് ഇങ്ങനെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞതെന്നാണ് വിവരം. ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ട്രംപിനെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് ഇറാനെതിരെ നിൽക്കുന്ന ഒരു സമയമാണിത്. എന്നാൽ ട്രംപ് പെട്ടെന്ന് ഇമോഷണലായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഇതാണ്: യു ആർ ക്രേസി, നീ ഒരു ഭ്രാന്തനാണ്. യു വുഡ് ബി ഇൻ പ്രിസൺ ഇഫ് ഇറ്റ് വെയറിൻ ഫോർ മീ, ഞാനില്ലായിരുന്നുണ്ടെങ്കിൽ നീ ജയിലിൽ കിടന്നേനെ. ഐ ആം സേവിങ് യുവർ ബാക്ക്, ഞാൻ നിന്നെ പുറകിൽ നിന്ന് നിന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും. എവ്രി വൺ ഹെയ്റ്റ്സ് യു നൗ, അതായത് ഈ ഭൂമിയിലുള്ള എല്ലാവരും നിന്നെ വെറുക്കുകയാണ്. എവ്രി വൺ ഹെയ്റ്റ്സ് ഇസ്രയേൽ ബിക്കോസ് ഓഫ് ദിസ്, ഇത് കാരണം ഇസ്രയേലിനെ എല്ലാവരും വെറുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് കാരണം? ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാരണമാണ് ഇസ്രയേലിനെ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും വെറുക്കുന്നതെന്ന് ട്രംപ് പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ തകർക്കുന്നതിന് വേണ്ടി ലെബനനെയും ബെയ്റൂട്ടിനെയും ഇസ്രയേൽ സൈനിക നീക്കത്തിലൂടെ തകർക്കുവാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ മുഴുവനുള്ള പശ്ചാത്തലം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ കഴിഞ്ഞ 3 മാസത്തെ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പാസ്റ്റിൽ, ഭൂതകാലത്തിൽ നടന്ന സംഭവവികാസങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി, അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അവിടെയുള്ള ന്യൂക്ലിയർ വെപ്പണെ തകർക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സൈനിക നീക്കം എന്ന് പറയുന്നത് മാസങ്ങൾ പിന്നിട്ടു. അനേകായിരങ്ങൾ നശിച്ചു, അനേക പട്ടണങ്ങൾ തകർന്നു, അനേക നാശനഷ്ടങ്ങളുണ്ടായി. ലോകത്തിൽ മുഴുവനും ഒരു വലിയ ചോദ്യചിഹ്നമായി യുദ്ധം നിൽക്കുകയാണ്. കാരണം എല്ലാവരും തന്നെ പ്രധാനമായും അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ വരുന്ന, ട്രംപിനെതിരെ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, അവിടുത്തെ പാർലമെൻറ്റിൽ നിന്ന്, പൊതുജനത്തിൽ നിന്ന് വരുന്ന ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗ്യാസ് പ്രൈസ്, അഥവാ ഇന്ധനത്തിൻ്റെ ലഭ്യത കുറഞ്ഞു, ഇന്ധനത്തിൻ്റെ ആ വിലയെന്ന് പറയുന്നത് ആകമാനം അത് വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇതിന് ട്രംപ് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അതുമാത്രമല്ല, ട്രംപിൻ്റെ കരങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അമേരിക്കയുടെ പൊതുഖജനാവിൽ നിന്നും ലക്ഷക്കണക്കിന് ഡോളറുകൾ ഇതേ സമയം ഉപയോഗിച്ചു കഴിഞ്ഞു. ഇതിന് അനന്തരഫലമായിട്ട് എന്താണ് ഇവിടെ ഉണ്ടായത്? അതെ, ഈ സമയങ്ങളിൽ ട്രംപ് ചോദ്യങ്ങൾ നേരിടുകയാണ്. അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് പറയുകയാണ്, ശരിക്കു പറഞ്ഞാൽ ഈ ഒരു കാര്യം നീ അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. അടിയന്തരമായും ലെബനനെ ഇനിയും ആക്രമിക്കുന്നതിന് വേണ്ടി പോകരുത്. നിന്നെ ഞാൻ ഇതുവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു. ജയിലിൽ കിടക്കാത്തതിൻ്റെ പുറകുള്ള കാരണം ഞാനാണ്. ആ ജയിൽ എന്നുള്ള വാക്കെന്നൊക്കെ പറയുന്നത് എക്സ്ട്രീമാണ്. അതേ, നമ്മൾ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2 രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഒരു പ്രസിഡന്റ് പറയാണ്, നീ ജയിലിൽ പോകാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ നിന്നെ ഇതുവരെയും സേവ് ചെയ്തുകൊണ്ടാണ്. അമേരിക്ക ഇല്ലായിരുന്നുണ്ടെങ്കിൽ നീ ജയിലിൽ പോയേനെ. എല്ലാവരും ഇപ്പോൾ ഇസ്രയേലിനെ വെറുക്കുന്നു, നെതന്യാഹുവിനെ വെറുക്കുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇവിടെ നമ്മൾ സെൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഇനി മുന്നോട്ട് ഒരു സൈനിക നീക്കം നടത്തണമെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ. ഇപ്രാവശ്യം ഇറാനെതിരെ തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഇവിടെ സ്വരച്ചേർച്ച ഇല്ലായ്മ ഇവിടെ നടന്നിരിക്കുകയാണ്. അതെ, ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും ഈ 2 രാജ്യങ്ങളുടെയും സംയുക്ത സൈനിക നീക്കം എന്ന് പറയുന്നത് നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് എൻഡ് ടൈംസിൻ്റെ വെളിച്ചത്തിലാണ്, അന്ത്യകാലത്തിൻ്റെ വെളിച്ചത്തിലാണ്. അത് അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പരിപൂർണമായും ഒറ്റപ്പെടുക തന്നെ ചെയ്യും. ട്രംപിനോ അമേരിക്കയ്ക്കോ ഒരിക്കലും ഇസ്രയേലിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒരു യുദ്ധത്തിലും മുന്നോട്ട് അവരെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു യുദ്ധം ഒരുപക്ഷെ അമേരിക്ക ഇസ്രയേലിനോട് കൂടെ നടത്തുന്ന അവസാനത്തെ യുദ്ധങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രയേലിനൊപ്പം കൂടെ നിന്നാൽ ഡോളറുകൾ നഷ്ടമാകുമെന്ന് അമേരിക്ക പഠിച്ചു കഴിഞ്ഞു. ലോകത്ത് മുഴുവനും ഒരു ചോദ്യചിഹ്നം ആയി നിൽക്കുന്ന രീതിയിൽ ട്രംപ് വന്ന് നിൽക്കുകയാണ്. ഇതേ സമയം ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് വന്ന് കുറിച്ചത് ഇങ്ങനെയാണ്: വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഞാനിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് നടത്തിയത്. എൻ്റെ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബെയ്റൂട്ടിൽ ഇനിയും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയുണ്ടായി. അതേസമയം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ട്വിറ്ററിൽ അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, അതെ, ഞങ്ങൾ വീണ്ടും
ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണ്. ബെയ്റൂട്ടിൽ അവിടെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ സൈനിക നീക്കം തുടരുക തന്നെ ചെയ്യും, ഹിസ്ബുള്ളയെ തകർക്കുമെന്ന് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കോൺവെർസേഷൻ നടന്നുവെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഏത് രീതിയിലായെന്ന് ഇവരുടെ രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിച്ചാൽ മതി. രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അമേരിക്ക മടുത്തിരിക്കുന്നു. ഇസ്രയേലിനോട് ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നത് അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഈ യുദ്ധമൊന്ന് അവസാനിച്ചാൽ മതി എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് നമ്മൾ ഈ പ്രസ്താവനകളിൽ നിന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. അമേരിക്കയുടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് വളരെ കണിശിതമായിട്ട് അമേരിക്കയിലെ പ്രസിഡൻ്റായ ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഇനിയും ഈ ഒരു സൈനിക നീക്കത്തെ ഹോൾട്ട് ചെയ്യണം, ഇതിവിടെ അടിയന്തരമായിട്ട് നിർത്തിയേ പറ്റുമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേ ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻസ് പോലും ഈ ഒരു പ്രസ്താവനയിൽ ഒരുമിച്ച് ട്രംപിനെതിരെ നിന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നീക്കമാണ്, യുദ്ധ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർ രണ്ടുപേരും ഒരുപോലെ പറയുകയാണ്. അവർ പറയുന്നത് എത്രയും പെട്ടെന്ന്, അമേരിക്കക്കാർ പറയുകയാണ്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് പറയുകയാണ്, എത്രയും പെട്ടെന്ന് അതേ നമ്മളുടെ ഫോഴ്സുകളെ തിരികെ കൊണ്ടുവരണം, യുദ്ധം ഇവിടെ അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഗ്യാസ് പ്രൈസ് വളരെയധികം കൂടുകയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ഇവിടെ അത് ബാധിക്കത്തക്ക രീതിയിൽ ലോകവ്യാപകമായി ചോദ്യചിഹ്നമായി ഈ യുദ്ധം ലോകത്തെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇതിന് മുഴുവനും അമേരിക്കയും ഇസ്രയേലിനെയും കൂടിയാണ് നമ്മളെല്ലാവരും ബ്ലെയിം ചെയ്യുന്നത്. എന്നാൽ അവസാനമായി അമേരിക്ക വന്ന് ചോദ്യം ചെയ്യുന്നതും അമേരിക്ക വന്ന് മാടായിട്ട് അല്ലെങ്കിൽ വളരെയധികം കോപത്തോടുകൂടെ വിരൽ ചൂണ്ടുന്നതും ഇസ്രയേലിനെയാണ്. അപ്പോൾ ഇസ്രയേൽ ഏകദേശം ആ രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ട്രംപ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അതായത് എവ്രിബഡി ഹെയ്റ്റ്സ് ഇസ്രയേൽ, എവ്രി വൺ ഹെയ്റ്റ്സ് യു. അതായത് ഈ കാരണത്താൽ എല്ലാവരും ഇസ്രയേലിനെയും നിന്നെയും വെറുക്കുകയാണ്, ജയിലിൽ പോകേണ്ട സമയം കഴിഞ്ഞു. വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നമ്മൾ ആരെങ്കിലും കൂട്ടുകാരോ നാട്ടിലിരുന്നുകൊണ്ട് കടയിലിരുന്നുകൊണ്ട് സംസാരിക്കുന്ന സംസാരം പോലെയല്ല ഇത്. രണ്ട് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഗുരുതരമായിട്ടുള്ള സംഭാഷണമാണ്. അത് ഞാൻ നിന്നെ സേവ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ നീ ജയിലിൽ കിടന്നതിനെ, എല്ലാവരും നിന്നെ വെറുക്കുകയാണ്. വളരെ ഹാർഷായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണ് ഇത് സൂചിപ്പിക്കുന്ന. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മുന്നോട്ട് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അമേരിക്ക ഇസ്രയേലിനോട് കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ആര് നിൽക്കും? ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തരം ക്ലിയറാണ്. വേറെ ആരും ഇസ്രയേലിനൊപ്പം നിൽക്കുവാൻ കാണുകയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ വചനത്തിൻ്റെ നിവർത്തീകരണമാണ് നമ്മുടെ മുൻപിൽ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ മാത്രമല്ല, എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രസ്താവനകളെ വിശകലനം ചെയ്യുന്ന സമയത്ത് ഇസ്രയേലിന് എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അതിനുള്ള ബന്ധത്തിൽ നമ്മളുടെ വീണ്ടെടുപ്പും അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത്തരം ഉള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത്. അന്ത്യകാലത്ത് സംഭവിക്കുവാൻ പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് സഖറിയ പ്രവാചകൻ 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. പ്രവാചകം ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേമിൻ്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാളെ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെ കഠിനമായി മുറിവേക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രംപ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, എവരിബഡി ഹെയ്റ്റ്സ് യു, എവരിബഡി ഹെയ്റ്റ്സ് ഇസ്രയേൽ. പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ബൈബിളിൻ്റെ ഒരു വാക്യത്തിൻ്റെ നിവർത്തീകരണം തന്നെയാണ്. ഈവൻ ട്രംപ് ബിഗിൻ ടു ഹെയ്റ്റ് ഇസ്രയേൽ ഒറ്റപ്പെടുന്നതിന് വേണ്ടിയുള്ള സമയം അടുത്തിരിക്കുന്നു. ഇസ്രയേൽ ഒറ്റപ്പെടുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ വീണ്ടെടുപ്പും അടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. അടയാളങ്ങൾ നമ്മൾ യുദ്ധങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ ദൈനംദിന കാര്യങ്ങളെ ഓർത്ത് നമ്മൾ അതിൻ്റെ മേൽ വറി ചെയ്യാതെ, നമ്മൾ അതിൻ്റെ മേൽ ഫോക്കസ് ചെയ്യാതെ പ്രവചന നിവൃത്തീകരണം നമ്മുടെ മുൻപിൽ, അതെ പ്രിയപ്പെട്ടവരെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലൊച്ച നമ്മൾ
കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെയും യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഒരു അവസരം നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കൂ. അങ്ങനെയെങ്കിൽ യേശു ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്ന നിത്യ രാജ്യത്തിൽ നമുക്കും ഒരു ഭാഗം ഉണ്ടാകും എന്നുള്ളത് സുനിശ്ചിതമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ മക്കളായി ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.